ഐ ഇതെന്താ കാറോട്ട മത്സരാണോ? അല്ല. ആ ക്യാമറ എന്തിനാ കാറിനെ ഫോളോ ചെയ്യണേ? അതിലാണ് നമ്മുടെ നായകൻ. ഈ തടിയനാണോ കഥാനായകൻ? അല്ല. അപ്പോ ലെവനാണല്ലേ നായകൻ? അല്ല. അമ്മോ, പൊറോട്ടയോ? അതെ, ഇതാണ് നമ്മുടെ ഹീറോ. മനസ്സിലായിരിക്കണു ജാക്കിയാർക്ക്. യഥാ യഥായതസ്യ പൊറോട്ടസ്യ. ഇത് ശ്രീലങ്ക, രാവണന്റെയും നവബുദ്ധന്മാരുടെയും നാട്, കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും നാട്. അധ്വാനിക്കുന്ന ജനവിഭാഗമായതുകൊണ്ടായിരിക്കാം ഇവിടെ പൊറോട്ടയുടെ കണ്ടുപിടുത്തത്തിന് വഴിയൊരുക്കിയത്. ശ്രീലങ്കയിൽ നിന്ന് തമിഴർ വഴി കേരളത്തിലേക്ക് വന്ന പൊറോട്ടയെ മലയാളികൾ പിന്നെ കൈവിട്ടിട്ടേയില്ല. ഒരു തവണ കഴിച്ചാൽ പിന്നെ മണിക്കൂറുകളോളം വിശക്കില്ലല്ലോ. പൊറോട്ടയുണ്ടാക്കുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ മലയാളികളെ ഈ മേഖലയിൽ കാണാനേ കഴിയില്ല. മൈദ വെള്ളം ചേർത്ത് കുഴച്ചു വെക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. നല്ലപോലെ പരുവമായതിനു ശേഷം മൈദ ചെറിയ ഉരുളകളാക്കി വെക്കണം. മൈദ പരത്തി റൗണ്ട് ചെയ്ത് വീണ്ടും കുറച്ചു സമയം വെക്കുക. റൗണ്ട് ചെയ്ത ഉരുളകൾ പരത്തി ചൂടാക്കുക.
ചുട്ടെടുത്ത പൊറോട്ട കുറച്ചെടുത്ത് അടിക്കുക. പൊറോട്ട റെഡി. കുട്ടിക്കാലത്തൊക്കെ വളരെ കൗതുകമുണർത്തിയ ഒരു കാഴ്ചയാണ് ഈ പൊറോട്ട എന്ന് പറയുന്ന ഭക്ഷണ വിഭവം. അത് പ്ലേറ്റിൽ വിളമ്പി മേശപ്പുറത്തെത്തുമ്പോൾ നാടകൾ പോലെ ചുറ്റി 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 അത് ഓരോന്നോരോന്നായി അടർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ നേർത്ത ലോലമായ മൃദുതലങ്ങളെല്ലാം വളരെ കൗതുകമുണർത്തിയിരുന്നു. പിന്നെ അതിലുപയോഗിക്കുന്നത് ഡാൽഡയാണോ എണ്ണയാണോ നെയ്യാണോ എന്തായിരുന്നാലും അതിൻ്റെ ഒരു എണ്ണ സ്പർശം വിരൽത്തുമ്പിൽ എണ്ണമയം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നാവിൻ തുമ്പിലെ രുചിയുടെ മറ്റൊരു വേഴ്ചയ്ക്കും നിദാനമായിരുന്നു. പ്രത്യേകിച്ചും അടുപ്പിൽ നിന്നെടുത്ത് ചുട്ട ഉടനെ അധികം വൈകാണ്ട് ആ ചെറു ചൂടോടുകൂടി കഴിക്കുമ്പോൾ അതൊരു വളരെ നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന, വശീകരിക്കുന്ന, വീണ്ടും ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഒരു പരിധിവരെ ചെറിയ അഡിക്ഷൻ പോലും ഉണർത്തുന്ന ഒരു ഭക്ഷണ വിഭവമായിരുന്നു. ഞാനൊരു പൊറോട്ട വിരോധിയൊന്നുമല്ല, എങ്കിലോ പൊറോട്ട ഏറെ ഇഷ്ടപ്പെടുന്ന ആളുണ്ട്. ചൂടോടുകൂടിയുള്ള, പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്തുള്ള, മലബാർ ഭാഗത്തുള്ള ചില ഹോട്ടലുകളിൽ ചില പൊറോട്ട ആ ചൂടോടുകൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഭയങ്കര രസമാണ്. നൈസായിട്ടുള്ള ചില പൊറോട്ട. എനിക്കൊരു ചെറുപ്പത്തിലൊക്കെ ഈ ബോംബെ പൊറോട്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കണ്ണൂരിലേക്ക് പൊറോട്ട എളുപ്പത്തിൽ വളരെ നൈസാണ്. പിന്നീടാണ് ഈ അടുത്ത കാലത്താണ് പൊറോട്ട ഭയങ്കര അപകടകാരിയാണ് എന്നൊക്കെ പറഞ്ഞത്. നമ്മളെന്തും അമിതമായി കഴിച്ചാൽ എല്ലാം അപകടമായി. പൊറോട്ട ഒരു നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. ഞാൻ പറഞ്ഞത് അതിൻ്റെ ചൂടോടുകൂടി അത് പൊറോട്ട ഉണ്ടാക്കുന്നത് വലിയൊരു നൈസായിട്ട് ചില പൊറോട്ട സ്പെഷ്യലായിട്ട് ചില പൊറോട്ട അടിക്കാൻ വളരെ കൃത്യമായിട്ട് ടേസ്റ്റുള്ള ഭക്ഷണമാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഏത് സമയത്തും ഏത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ഭക്ഷണമാണ്. ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ ഭക്ഷണം എനിക്ക് തോന്നുന്നു നന്നായിട്ട് അധ്വാനിക്കുന്നവർക്കൊക്കെ ഈ പൊറോട്ട രാവിലെ മുതൽ ഉച്ച വരെയൊക്കെ അവർ വിശപ്പ് മാറാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊറോട്ടയെ നമ്മളിങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയണം എന്നില്ല. കാരണം നമ്മുടെ ഡോക്ടേഴ്സ് പോലും പറയും പൊറോട്ട അപകടകാരിയാണ്. പക്ഷെ ആ പറയുന്ന ഡോക്ടേഴ്സ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ നാടകമൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളും അല്ല അവരുടെ സീനിയർ ഡോക്ടേഴ്സും സർജൻസും ഒക്കെ അവരുടെ ക്യാൻറ്റീൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ഈ പൊറോട്ടയാണ്. പണ്ടുകാലത്ത് സർക്കാർ ആശുപത്രിയിലടക്കം മൈദ കൊണ്ടുണ്ടാക്കിയ ബ്രെഡും പാലുമാണ് രോഗികൾക്ക് കൊടുത്തിരുന്നത്. ഇപ്പോഴും പല വീടുകളിലും അസുഖം വന്നവർക്കുള്ള മെനു ബ്രെഡാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പൊറോട്ടയാണ്. പക്ഷേ ഈ പൊറോട്ടയുടെ കുറ്റം എന്താണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആർക്കും പറയാനുള്ള ഒരു സയൻറ്റിഫിക്കായിട്ട് ആരും റിസർച്ച് ചെയ്തിട്ടില്ല പൊറോട്ടയുടെ കുറ്റങ്ങൾ എന്താണ് ഇതിനെ സംബന്ധിച്ച്. ശരിക്കും മൈദ എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. മൈദ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ കണ്ടൻറ് എന്താണുള്ളത് ശരിക്കും ഒറിജിനലി സയൻറ്റിഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർച്ച് തന്നെയാണ് ശരിക്കും. അതിൽ നാര് എന്ന് പറഞ്ഞ സംഭവം ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനെപ്പറ്റി ശരിക്കും റിസർച്ച് ചെയ്താൽ നമ്മൾ കഴിക്കുന്നത് എല്ലാം മൈദ തന്നെയാണ്. ഒരുവിധം 99% ഫുഡുകളിലും ഈവൻ ഫാസ്റ്റ് ഫുഡിൽ ഏറ്റവും കൂടുതൽ ഈ KFC പോയാലും ഈ പറഞ്ഞ മക്ഡൊണാൾഡ് പോയാലും പിസ്സയൊക്കെ പക്ക മൈദ മാത്രം. മൈദയുടെ ഏറ്റവും ഡേഞ്ചർ സാധനം മാത്രമാണ് ഈ പിസ്സയിൽ വരുന്നത്. അതൊന്നും ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഐ ലവ് പൊറോട്ട. കാരണം അതിനൊരു പ്രോബ്ലം വരുന്നില്ല. എനിക്കറിയാം പൊറോട്ടയിലൊരു എല്ലാവരും നാടൻ ആൾക്കാർക്ക് പ്രശ്നം ഈ പൊറോട്ട എന്ന് പറഞ്ഞ സാധനം വയറിൽ ഒട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമോ പിന്നെ അറിയത്തില്ല. കാരണം ഈ പോസ്റ്റർ പതിക്കുന്ന മൈദ കൊണ്ടാണ് ചൂട്, അതാണ് എല്ലാവരും ഒരു ഇഷ്യൂ വരുന്നത്. പക്ഷെ അതിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ മൈദയ്ക്കൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ദഹന പ്രക്രിയ എന്ന് പറഞ്ഞ സാധനം എല്ലാ ഇതും ക്ലിയറായിട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൊറോട്ട ഒരു പ്രോബ്ലം വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഈ ഇരിക്കുന്ന നമ്മുടെ നായകൻ ആളൊരു സംഭവമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നായകനെ പറ്റി നാട്ടുകാർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. പൊറോട്ട ഞാൻ കഴിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. മൈദ ഒരു വേസ്റ്റാണ്. സോ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം അതൊരു വേസ്റ്റാണ്. സോ അതുകൊണ്ട് ഞാൻ പൊറോട്ട സ്വാഭാവികമായിട്ട് കഴിക്കാറില്ല. ഞാൻ അതിനെതിരാണ്. എനിക്ക് പൊറോട്ട ഇഷ്ടമല്ല.
അതിൽ മൈദ ഉള്ളത് കൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമില്ല. അല്ല, പൊറോട്ട എന്ന് പറയുന്നത് എവിടെ നിന്നോ ആരോ ഇറക്കുമതി ചെയ്ത സാധനമാണത്. അത് ഒരിക്കലും കേരള സമൂഹത്തിൽ വരേണ്ട സാധനമല്ല. പിന്നെ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്ന കപ്പ, അതുപോലെ തന്നെ കാച്ചിൽ, ചേമ്പ്, ഈ സാധനങ്ങളൊക്കെയാണ്. അതിൻ്റെ രുചിയൊന്നും പൊറോട്ടയിൽ കിട്ടില്ല. പൊറോട്ട ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് പൊറോട്ട. പക്ഷേ ഇന്ന് സാമൂഹ്യപരമായിട്ട് എല്ലാ ആളുകളും പൊറോട്ടനെ വെറുക്കപ്പെടുന്നതാണ്. മൈദ ഒരു മോശമായ ഒരു വസ്തുവാണ് എന്നുള്ള ഒരു പ്രചാരണത്തിൻ്റെ ക്യാൻസറിനെ പറ്റി അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ. പക്ഷേ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എനിക്കൊരു ഭയപ്പാടാണ്. പക്ഷേ എല്ലാവർക്കും ഇന്ന് പൊറോട്ട കേരളത്തിലെ ഒട്ടുമിക്ക ജനറേഷൻ ആയാലും ന്യൂ ജനറേഷൻ എങ്ങനെയാണെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നല്ല വസ്തുവാണ് പൊറോട്ട. പക്ഷേ പൊറോട്ടനെ ഇന്നത്തെ ഈ വാർത്താമാധ്യമങ്ങളിലൂടെ മൈദനെ പറ്റിയുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ആളുകൾക്ക് ഒരു ഭയപ്പാടായി കൊണ്ടിരിക്കുന്ന ഒരു വസ്തു കൂടിയാണ് പൊറോട്ട. എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അച്ഛനോട് എപ്പോഴും പറയും എനിക്ക് പൊറോട്ട വാങ്ങിത്തരാൻ. புரோட்டா நான் ரொம்ப இஷ்டமாக சாப்பிடுவேன். எப்போயுமே எனக்கு ரொம்ப பிடிக்கும். அதனால் நைட்டில் எப்பவுமே டெய்லியும் புரோட்டா தான் சாப்பிடுவேன். அது ரொம்ப இஷ்டம் எனக்கு. எங்கள் கூட 4 பேர் இருக்கிறாங்க, அவங்களும் புரோட்டா தான் சாப்பிடுவாங்க. ரொம்ப இஷ்டமாக சாப்பிடுவோம். ഞാൻ പണ്ടേ മുതലേ പൊറോട്ട കഴിക്കാറുണ്ട്. അത് നിൽക്കുന്നവരൊരു ദോഷം വന്നിട്ടില്ല. അതിൽ പൊറോട്ടയിൽ പ്രത്യേകിച്ച് പാലോ പഞ്ചസാരയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറിയും കൂടി ഇട്ടാൽ നല്ലതാണ്. ബീഫോ അതേപോലെ ഉരുളക്കിഴങ്ങ് കറിയോ ഇട്ടാൽ നല്ല രസമായിരിക്കും. പൊറോട്ട ഏറ്റവും നല്ല സാധനമാണ്. ഐ ചാക്യാർക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കണു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മലയാളികളുടെ ദേശീയ ഭക്ഷണം പൊറോട്ടയാ.